സോ നമ്മുടെ വിങ്സ് അക്കാദമിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. അതിന് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും വിങ്സ് അക്കാദമിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. സോ നമ്മുടെ വിങ്സ് അക്കാദമിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ DME ഓറിയന്റഡ് ആയിട്ട്, പോസ്റ്റ് ബേസിക് ഓറിയന്റഡ് ആയിട്ട്, പിന്നെ DMEക്ക് മുന്നേ വരുന്ന കുറച്ച് എക്സാംസ്, JPHN, പിന്നെ നമ്മുടെ RRB, പിന്നെ നമ്മുടെ ഇനി വരാനുള്ള ജിപ്മർ, അങ്ങനെയുള്ള ഒത്തിരി എക്സാംസ്, എയിംസ്, അങ്ങനെ ഒത്തിരി എക്സാംസ്, DME വരെയുള്ള ഒത്തിരി എക്സാംസ് നമുക്കുണ്ട്. സോ അതിനൊക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ പ്രീവിയസ് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ട് 1-2 സിസ്റ്റം മാത്രമേ തീർന്നിട്ടുള്ളൂ. നമ്മൾ അതുകൊണ്ട് തന്നെ ഇനി ചേരുന്ന കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഈസിലി ആക്സസിബിൾ ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനും പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പൊ ജോയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെ പ്രീവിയസ് ബാച്ച് തുടങ്ങിയിട്ട് നമ്മൾ ഒരു 2-3 സിസ്റ്റം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർത്താൽ നമ്മുടെ ലൈവ് ക്ലാസ്സിനടുത്ത് നമുക്ക് പോകാനും പറ്റും, റെക്കോർഡഡ് ക്ലാസ് നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും. നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു 4-5 മാസം ഉണ്ട് നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട്. സോ ഒരു ബെസ്റ്റ് ടൈമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോ ജോയിൻ ചെയ്ത് നമ്മുടെ എല്ലാ കുട്ടികളുടെ ആഗ്രഹം എന്തായിരിക്കും? ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി. അത് നമ്മുടെ ഒരു ഡ്രീമാണ്, അല്ലെ? നമ്മളൊരു സർവീസിലാണ്, നമ്മളൊരു സെൻട്രൽ സർവീസിലാണ്, നമ്മളൊരു സ്റ്റേറ്റ് സർവീസിലാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു അഭിമാനവും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കള് സർവീസിലാണ്, അവരിപ്പോ സെൻട്രലിൽ വർക്ക് ചെയ്യാണ്, അവരിപ്പോ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ അഭിമാനം, രണ്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, അല്ലെ? നമ്മൾ സർവീസിലാന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്കും അഭിമാനമാണ്, അത് കേൾക്കാൻ നമ്മൾക്കും അഭിമാനമാണ്, അല്ലെ? പണ്ടൊക്കെ ആയിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ബേസിക് GNM കഴിഞ്ഞ ഉടനെ എബ്രോഡ് പോവാന്ന് വിചാരിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനും കുറച്ച് തടസ്സം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുറത്തുള്ള എബ്രോഡിലേക്കുള്ള നമ്മുടെ എക്സാംസ് ഒക്കെ കുറച്ച് മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എബ്രോഡിലുള്ള റിക്രൂട്ട്മെന്റ്സും കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ആൾക്കാരും അതുപോലെ തന്നെ എബ്രോഡുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വരാൻ നോക്കുന്നത്. നാട്ടിലോട്ടുള്ള PSCകൾ എഴുതി നാട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് മാക്സിമം ആൾക്കാരും. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പൊ കയ്യിൽ കിട്ടുന്നത് ഒരു 45-50 നമുക്ക് നാട്ടിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെൻട്രലിൽ എടുക്കുമ്പോൾ നമുക്ക് 85-90 വരെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ സെൻട്രലിന്റെ പേ റിവിഷൻ വന്നു. പേ റിവിഷൻ പറഞ്ഞാൽ 7th പേ സ്കെയിലിൽ നിന്ന് നമുക്ക് 8th പേ സ്കെയിലിലേക്ക് മാറുകയാണ്. സോ 2026 ആകുമ്പോൾ നമ്മുടെ കയ്യിൽ 1,20,000 1,30,000 രൂപയാണ് സെൻട്രലിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റും ഇപ്പതാ നമ്മുടെ ശമ്പള പരിഷ്കരണം കൊണ്ടുവരികയാണ്. സോ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ശമ്പള പരിഷ്കരണം വരുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ 50 ഒക്കെ മേടിക്കുന്നത് ചിലപ്പോൾ അതിലും കൂടാം, 50-ന് മുകളിലും കടന്നു പോവാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരാൾക്ക്, നമ്മൾ NHM-ഉം നമ്മള് ഹോസ്പിറ്റൽ ബേസ്ഡ് HMC ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരാൾക്ക് നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രഷ്യസ് ആയിട്ടൊരു മൊമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഗവൺമെന്റ് ജോബ് നൽകുന്ന ഒരു സെക്യൂരിറ്റി വേറെ ഒരു NHM-ഓ അല്ലെങ്കിൽ ഒരു HMC നമുക്ക് തരുന്നുമില്ല. നമ്മുടെ ഈ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ടാവും, HMC വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ NHM വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ അറിയായിരിക്കും, അതായത് ഒരു സർവീസിലുള്ള ഒരാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒപ്പം തന്നെ നമ്മൾ NHM-മാരും വർക്ക് ചെയ്ത് പോകുന്നുണ്ടാവും. രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവരെടുക്കുന്ന അതേ പണിയാണ് നമ്മൾ NHM-മാരും എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ HMC-കാരെ എടുക്കുന്ന അതേ പണി തന്നെയായിരിക്കും അവരും എടുക്കുന്നുണ്ടാവുക. അവരെക്കാളും കൂടുതൽ നമ്മൾ നൈറ്റ് എടുക്കുന്നുണ്ടാവും, അവരെക്കാൾ കുറവ് ലീവ് ആയിരിക്കും, അവരെക്കാൾ കുറച്ച് സാലറി ആയിരിക്കും, പക്ഷെ പണി മാത്രം നമുക്ക് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാ? നമ്മൾക്ക് അവിടെ പറയാൻ നമ്മൾ അവിടെ ഇൻസെക്യൂരിറ്റീസ് നമുക്കൊരു പെർമനന്റ് ഒരു പ്ലേസ് അല്ല, നമ്മുടെ വർക്കിംഗ് സ്ഥലം എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് പ്ലേസ് അല്ല. നമ്മുടെ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഒരു കണ്ടക്ടർ ഏതെങ്കിലും ഒരു റിമാർക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോ ആണെങ്കിലും നമ്മളെ പറഞ്ഞുവിടാം. സോ ഒരു ഇൻസെക്യൂരിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഇൻസെക്യൂരിറ്റിയാണ്. അത് സെക്യൂർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു ഗവൺമെന്റ് സർവീസ് തന്നെ വേണം. കാരണം ശമ്പളത്തോട് കൂടിയുള്ള ലീവ്, പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇഷ്ടത്തിനുള്ള ലീവ്, അതൊക്കെ ഒരു സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ബാക്കിയുള്ള, അതായത് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷൻ ഒഴിച്ച് ബാക്കിയുള്ള കുറേ പ്രൊഫഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ PSC എഴുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു സർവീസിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ നഴ്സിംഗ് മാത്രം പഠിച്ചത് ഓറിയന്റഡ്, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മാത്സ് ഉണ്ടാവും, GK ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നമ്മുടെ നഴ്സിംഗ് സർവീസിന് മാത്രമേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മുടെ നഴ്സിംഗ് ഓറിയന്റഡ് എക്സാംസ് വരുന്നത്, അല്ലെങ്കിൽ നഴ്സിംഗ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ഈ നഴ്സിംഗ് പ്രൊഫഷന് മാത്രമേ ഉള്ളൂ. അതും നമ്മൾ ഇപ്പോ, അതായത് ഈ DME ഈ വരുന്ന ഈ ഇയറോട് കൂടിയും ഒക്കെ എക്സാം എഴുതി നമ്മൾ സേഫ് ആക്കാൻ നോക്കുക. കാരണം ഇനി വരുന്ന എക്സാമുകളിലൊക്കെ എന്താവും, കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല,
കഴിഞ്ഞ വർഷത്തെ DME ലിസ്റ്റ് വരെ അല്ലെങ്കിൽ DHS ലിസ്റ്റ് വരെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷത്തെ DME ലിസ്റ്റിലും DHS ലിസ്റ്റിലും ഇന്റർവ്യൂ വന്നിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. സോ ഇനി വരുംതോറും അടുത്ത ഒരു വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ അടുത്തൊരു PSC നമുക്ക് പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പുതിയ റൂൾസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ അതിൽ അവർ പറയുന്നുണ്ടാവും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 80 ക്വസ്റ്റ്യൻസും 80 നമ്മുടെ നഴ്സിംഗ് ക്വസ്റ്റ്യൻസും 20 നമുക്ക് മാത്സും ആപ്റ്റിറ്റ്യൂഡ് ആക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിയേ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ ഉള്ളത് നമ്മളൊരു സേഫ് സോണിലാണ്. സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ എടുത്തൊരു സമയം നല്ല സമയമാണ്. നമ്മളിപ്പോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമും നല്ല സമയമാണ്. കാരണം ഫുൾ ആൻഡ് ഫുള്ളി നഴ്സിംഗ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക. ഒരു 19,000 രൂപ സാലറി വാങ്ങിച്ച് ജോലി ചെയ്യാൻ പറ്റുക അത് വലിയ കാര്യമാണ് അല്ലെ? നമ്മുടെ നാട്ടിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് നമുക്കിപ്പോ GNM ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ GNM ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വരുന്ന DHS DME ഒക്കെ ഇപ്പോഴും നമുക്ക് എഴുതാം. പക്ഷെ ഇനി അങ്ങോട്ട് പോകും തോറും അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയും തോറും എന്തായിരിക്കും, ഈ GNM കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഈ ഫ്രഷർ ആയിട്ടുള്ളവർക്കൊന്നും ചിലപ്പോൾ PSC എന്ത് ചെയ്യില്ല, എഴുതാൻ വേണ്ടി സാഹചര്യം അവർ തരൂല. കാരണം ഒന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ചോദിക്കുന്നുണ്ടാവും. സോ നമ്മൾ ഇപ്പൊ കഴിയുന്ന GNM കഴിയുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടി ഓറിയന്റഡ് ആണ്. കാരണം പോസ്റ്റ് ബേസിക് എടുക്കാൻ അവർ കുറച്ചുകൂടി ഓറിയന്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം പോസ്റ്റ് ബേസിക് ഇല്ലാതെ ഇപ്പൊ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇവിടെ നിൽക്കാതെ എബ്രോഡ് പോകാനടക്കം അവർ ചോദിക്കുന്നത് എന്താ, BSc ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഒരു GNM വെച്ച് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവിടെ എബ്രോഡൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒരു സ്ഥാനത്താണ് നമ്മൾ എബ്രോഡ് ചെല്ലുമ്പോൾ GNM വെച്ച് പോകുന്നത്. അതേസമയം നമ്മൾ പോസ്റ്റ് ബേസിക് വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു BSc കയ്യിൽ വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ വിങ്സ് അക്കാദമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ബേസിക് അഡ്മിഷനും കൂടി ആരംഭിക്കുന്നുണ്ട്. മാർച്ച് തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ അഡ്മിഷന് താല്പര്യമുള്ള കുട്ടികൾ, പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ നമ്മുടെ വിങ്സിന്റെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ അഡ്മിഷൻ എടുത്തിടുക. നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് നഴ്സിംഗ് കോളേജസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഫുൾ ആൻഡ് ഫുള്ളി നഴ്സിംഗ് കോളേജസുകളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പകുതി എന്തായിരിക്കും സർവീസുകാർക്കുള്ള സീറ്റ് ആയിരുന്നു, പഠിക്കാൻ വരുന്ന. ഇപ്പോ ഫുള്ള് ആർക്ക് വേണമെങ്കിലും എഴുതി എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോ വോയിസ് കേൾക്കാവോ? ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ടാണ്. വീഡിയോ ഓൺ ആക്കുമ്പോൾ റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ഇപ്പോ എന്ന് പറഞ്ഞാല് GNM കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ പോസ്റ്റ് ബേസിക് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ GNM കഴിഞ്ഞ് 1, 2, 3 വർഷം കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും പോസ്റ്റ് ബേസിക് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ GNM വെച്ചുകൊണ്ട് മാത്രം ഇരുന്നാല് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ പുറകോട്ട് പോവാണ്. ഇപ്പൊ കഴിയുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. സോ നമുക്ക് ഇപ്പൊ നല്ല കുറെ ഓപ്ഷൻസ് ആണല്ലോ. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ നമ്മളൊരു എക്സാം എഴുതി അവിടെ നമ്മൾ ഹയർ റാങ്ക് വന്ന് പോസ്റ്റ് ബേസിക്കിന് അലോട്ട് ചെയ്ത് നമ്മൾ ആ കോളേജിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസം 8,000 രൂപയാണ് നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് ആയിട്ട് അവർ തരുന്നത്. മാസം ഒരു ഗവൺമെന്റ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നമുക്ക് 8,000 രൂപ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. അതേസമയം ഈ പുറത്ത് പ്രൈവറ്റില് ബാംഗ്ലൂര് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ബേസിക് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തിന് 1.2 ലാക്ക് 1.3 ലാക്ക് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പേ ചെയ്യുന്നത്. കൂടാതെ അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, എക്സാം എഴുതാൻ പോകുന്നതിനുള്ള ചിലവ്, അതൊക്കെ വേറെയുണ്ട്. സോ മാക്സിമം പോസ്റ്റ് ബേസിക് എടുക്കുക. GNM കഴിഞ്ഞൊരു പോസ്റ്റ് ബേസിക് എടുക്കുക. പോസ്റ്റ് ബേസിക്കും BSCയും കഴിഞ്ഞവര് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർവീസിലോട്ട് കയറാനുള്ള പ്രയത്നം നടത്തുക. സോ നമ്മുടെ വിങ്സ് അക്കാദമി നമ്മുടെ കുട്ടികളെയൊക്കെ സർവീസിലോട്ട് കയറ്റണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ വിങ്സ് അക്കാദമിയിലോട്ട് വന്നിട്ടുള്ള കുട്ടികളെല്ലാവരും അടുത്ത ഒരു എക്സാമോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ DME കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്തായിരിക്കണം, സർവീസിലായിരിക്കണം. അത് മുന്നിൽ കണ്ടിട്ട് മാത്രമാണ് വിങ്സ് അക്കാദമി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ
നമ്മുടെ അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ചില കുട്ടികൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഫീസ് അടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വലിയൊരു ഫീസ് തുക വരികയാണെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അത്രയും വലിയ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. NHM ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തുച്ഛമായ സാലറിയാണ് കിട്ടുന്നത്. അതിലും വലിയൊരു ഫീസ് കൊടുത്ത് ചിലപ്പോൾ പഠിക്കാൻ അവരടുത്ത് ഉണ്ടാവില്ല. അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും സർവീസിലോട്ട് കയറാൻ പറ്റണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഫീസ് സ്ട്രക്ചർ നമ്മൾ അത്രയും കുറവായിട്ട് ബിൽഡ് ചെയ്ത് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം പഠിക്കുക. നമ്മുടെ തിയറീസ് ആണെങ്കിലും നമ്മൾ ഒത്തിരി GNM BSc ഓറിയന്റഡ് BSc നമ്മൾ പഠിക്കുന്ന പോലെയുള്ള വലിയ വലിയ തിയറീസ് അല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ഫുള്ളി ഓറിയന്റ് ചെയ്തിരിക്കുന്ന എന്താ, ക്വസ്റ്റ്യൻ ബേസ്ഡ് തിയറിയാണ്. അതായത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് തിയറി. നമ്മൾ നമ്മുടെ എടുക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് തിയറിയാണ് നമ്മുടെ വിങ്സ് അക്കാദമി ഫോളോ ചെയ്യുന്നത്. സോ അത്രയും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തിയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആ തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പോയിന്റ് പോലും എടുത്തു മാറ്റി പഠിക്കേണ്ട ആവശ്യം വരാത്ത തിയറിയാണ് വരുന്നത്. നിങ്ങൾ ബാക്കിയുള്ള തിയറീസ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുക്ക് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഒരു 2 പോയിന്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറി, വിങ്സ് അക്കാദമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുള്ളി 5 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ 5 പോയിന്റ്സും നിങ്ങൾക്ക് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ 5 പോയിന്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലുള്ള ഒരു തിയറിയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റിഫൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിങ്സ് അക്കാദമിയിൽ നമ്മൾ ഓരോ ദിവസവും ക്ലാസ് എടുത്ത് കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുമ്പോഴും ആ ക്ലാസിന്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് വീതം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. മസ്റ്റ് ആയിട്ടും എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. മസ്റ്റ് ആണ് അത്. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പരിചയം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പരിചയം വരണം എന്നുള്ളൊരു എയിം മുന്നിൽ കണ്ടിട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നത്. അതും നമ്മൾ എടുത്തിരുന്ന തിയറി, നമ്മൾ ഒരു ദിവസം പഠിപ്പിക്കുന്ന ഒരു തിയറി എന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. സോ ഒരു ദിവസം നിങ്ങൾ 15 ക്വസ്റ്റ്യൻസ് വീതം ചെയ്യുമ്പോൾ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 105-110ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 100-400ഓളം ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറി എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്ര ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യനും. നിങ്ങൾ എത്ര നമ്മൾ തിയറി പഠിപ്പിക്കുന്നോ അത്ര നിങ്ങൾ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപോലെയാണ് നമ്മൾ തിയറി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ അവർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. ആ രീതി, പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനുള്ള രീതിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും റാങ്ക് നിശ്ചയിക്കുന്നത്. നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ ആരും എഴുതാത്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ആ ആരും എഴുതാത്ത ക്വസ്റ്റ്യൻസിലാണ് നമ്മുടെ റാങ്ക് ഉള്ളത്. സോ മാക്സിമം നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ ഡെയിലി നമ്മുടെ വിങ്സ് അക്കാദമി ഗ്രൂപ്പിൽ ഡെയിലി 15 ക്വസ്റ്റ്യൻസ് വീതം അപ്ഡേറ്റ് ചെയ്യും. ആ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ആ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഏത് സമയത്താണോ പഠിക്കുന്നത്, നിങ്ങൾ രാവിലെ പുലർച്ചെ എണീച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ രാത്രി പഠിക്കുന്ന ആൾക്കാരായിരിക്കാം, അങ്ങനെ ഏത് സമയത്താണോ നിങ്ങൾ പഠിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ തിയറി ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളിട്ട ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പേഴ്സണൽ മെന്റേഴ്സിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ പേഴ്സണൽ മെന്റേഴ്സിന് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേഴ്സണൽ മെന്റേഴ്സ് നിങ്ങൾക്ക് അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്ത് തരും. പേഴ്സണൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ മാത്രമല്ല നമ്മുടെ ക്ലാസിന്റെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കൂടുതലാണ് ക്ലാസ്സിന്, അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്ന പോർഷൻസ് കുറച്ച് മനസ്സിലാവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പീഡിൽ പറയണം, കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയി പറയണം, അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സിനെ അറിയിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇടണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ മെന്റേഴ്സ് നിങ്ങൾക്ക് അറിയിച്ചാൽ അവരെന്ത് ചെയ്യും, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ അടുത്തുള്ള ക്ലാസ്സിൽ അത് കറക്റ്റ് ആക്കി എടുക്കും. പിന്നെ നമുക്ക് ഓരോ വീക്ക്ലി കോംപ്രഹെൻസീവ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതും എല്ലാവരും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ആ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു മെഗാ ടെസ്റ്റ് നടത്തും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു നമുക്ക് തന്നെ മനസ്സിലാവണം. നമ്മുടെ നഴ്സിംഗ് ഫീൽഡ് എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. നമ്മൾ ഓരോരുത്തരുടെ അടുത്തും കോമ്പറ്റീറ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ പരസ്പരം കോമ്പറ്റീറ്റേഴ്സ് ആണ്. സോ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് കൊണ്ട് വെച്ച് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്.
വിങ്സ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ തരുന്ന ഒരു 50% ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു 50% ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ 100% ആയി സക്സസ് ആവത്തുള്ളൂ. സോ നിങ്ങൾ വർക്ക് ചെയ്താൽ പോരാ, ഹാർഡ് വർക്ക് ചെയ്യുക. മസ്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു ദിവസം ഒരു 3-4 അവേഴ്സ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ദിവസം കടന്നു പോകുന്നതിൽ എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ എനിക്കൊരു 3 അവേഴ്സ് വേണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതൊരു റുട്ടീൻ ആക്കി എടുക്കുക. വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ മാറ്റിവെച്ച് ആ ഒരു 3 മണിക്കൂർ എനിക്കുള്ളതാണ്. അത് ഞാൻ പഠിച്ചിട്ടേ ഞാൻ ബാക്കി എന്തും ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 3 മണിക്കൂർ മസ്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ തിയറി വർക്ക്ഔട്ട് ചെയ്യുക, തിയറിന്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GNM ഇപ്പൊ കഴിഞ്ഞവർക്ക് പോസ്റ്റ് ബേസിക് എക്സാംസ് ഇനി വരുന്നതേ ഉള്ളൂ. മാർച്ചൊക്കെ കഴിഞ്ഞ് അതിനുശേഷമൊക്കെ പോസ്റ്റ് ബേസിക് എക്സാംസ് വരത്തുള്ളൂ. സോ GNM കഴിഞ്ഞവർ മസ്റ്റ് ആയിട്ടും പോസ്റ്റ് ബേസിക് എന്തായാലും എഴുതുക. നമ്മൾ പോസ്റ്റ് ബേസിക് ബാച്ച് അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തിടാം. ഒരു പ്രിഫറൻസ് ആണ് പോസ്റ്റ് ബേസിക് എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് നിൽക്കേണ്ട ഒരു പ്രിഫറൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ GNM ഇനി പോകുന്ന വർഷങ്ങളിൽ GNM എന്നുള്ളത് എന്തായിരിക്കും, പുറകിലേക്ക് തള്ളപ്പെടും. ഈ ANM അതുപോലുള്ള കോഴ്സിലേക്കായിരിക്കും GNM തള്ളപ്പെടുക. ഇപ്പൊ തന്നെ നമുക്കറിയാം HMC ഒക്കെ നോട്ടീസ് ഇറക്കുന്ന സമയത്ത് GNM BSc കാരെ കഴിഞ്ഞിട്ട് GNM കാരെ എടുക്കും എന്നുള്ള ഒരു നോട്ടീസ് അടക്കം അവർ അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത്. പോസ്റ്റ് ബേസിക് അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്കാണ് ഫസ്റ്റ് മുൻഗണന. അതിനുശേഷമേ GNM പരിഗണിക്കുകയുള്ളൂ എന്ന് അവർ പറയുന്നത്. സോ GNM വെച്ചിരിക്കാതെ GNM കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക, പോസ്റ്റ് ബേസിക്കിന് ട്രൈ ചെയ്യുക. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ഒത്തിരി സീറ്റ്സാ ഉള്ളത്. ആരുടെ ഒരു മൈക്ക് ഓൺ ആണ്, അതൊന്ന് ഓഫ് ആക്കാവോ? സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ചേർന്നിരിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. DME എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി ഒരു 5-6 മാസം ടൈമുണ്ട്. നമ്മളാണെങ്കിലും ഒത്തിരി, നമ്മുടെ വിങ്സ് അക്കാദമി ആണെങ്കിലും ഒത്തിരി വലിയ നിങ്ങളെ കൊണ്ട് എടുത്താൽ പറ്റാത്ത ഒരു ടോപ്പിക്സും അങ്ങനത്തെ ഒരു തിയറി അല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളവര് നമ്മുടെ മുന്നത്തെ 2 സിസ്റ്റം കഴിഞ്ഞിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന നോട്ട്സ് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യനിൽ അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കണം. ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം വന്നാൽ മതി എല്ലാ നമ്മുടെ കുട്ടികൾക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ സർവീസിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ഗവൺമെന്റ് സർവീസിലായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിൽ വിചാരിക്കുക. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്റെ സർവീസിലോട്ടുള്ള ഒരു വേ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. ഇനി എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും എന്റെ സർവീസിലോട്ടുള്ള ദൂരം കുറയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ ഒരു ദിവസം 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ 30-40 വർഷത്തെ നമ്മുടെ ലൈഫാണ് സെറ്റിൽ ആവാൻ പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ ഒരു 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ, 40 വർഷത്തെയാണ്, നമ്മുടെ 40 വർഷത്തെ ലൈഫാ സെറ്റിൽമെന്റ് ആവാൻ പോകുന്നത്. സോ മനസ്സിൽ വെക്കുക, സർവീസ് എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ ഗ്രാജുവേഷൻ, ഇനി സർവീസിലോട്ട് കയറാത്ത ആൾക്കാരാണെങ്കിലും പോസ്റ്റ് ബേസിക് അല്ലെങ്കിൽ MSc ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എന്തായിരിക്കും, നോളേജ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത വരുന്ന എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഈ ഒത്തിരി GNM മുന്നോട്ട് കഴിഞ്ഞവർക്കാണെങ്കിൽ കൂടിയും BSc അല്ലെങ്കിൽ MSc ഒക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നോളേജ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഈ ഇപ്പൊ ഇറങ്ങിയ ആൾക്കാരും അതുപോലെ തന്നെ ഈ പോസ്റ്റ് ബേസിക് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരും MSc കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. സോ അവർക്കുള്ള നോളേജിനെക്കാളും നമ്മൾ നോളേജ് അക്വയർ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ എയിം. സോ മാക്സിമം എല്ലാവരും വർക്ക് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിങ്സ് അക്കാദമിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ചോദിക്കാം. ഇനി ഫീസ് കുറെ പേരുണ്ടാവും, നമുക്ക് ഫീസ് ഇപ്പൊ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ വിങ്സിന്റെ ഒഫീഷ്യൽ നമ്പറായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, ഫീസിന്റെ കാര്യം സംസാരിക്കാം. നമ്മുടെ വിങ്സിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വരുന്ന, നമ്മുടെ വിങ്സ് അക്കാദമിയിലോട്ട് കയറി വരുന്ന ഓരോ കുട്ടിക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും സർവീസിലായിരിക്കണം എന്നുള്ളത് മാത്രമുള്ള നമുക്ക് ലക്ഷ്യം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. സോ എല്ലാവരും മാക്സിമം വർക്ക് ചെയ്യാതെ ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. സോ നമ്മൾ പറയുന്ന പോലെ ഡ്രീംസ് വിൽ കം ട്രൂ. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും സക്സസിലേക്ക് എത്താനും പറ്റും. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം.
സ്ക്രീന് കാണാവോ എല്ലാവർക്കും? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയോ? സ്ക്രീൻ കാണാവോ? സ്ക്രീന് കാണാവോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം. മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ MS പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം. അതിൽ നമ്മൾ കൂടുതലും ഈ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ കൂടിയും നമുക്ക് ഈ സ്കെൽറ്റലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് സ്കെൽറ്റലിനാണ്. സോ നമ്മൾ മസിൽസിന് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി മസിൽസിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ കൂടിയും നമ്മൾ സ്കെൽറ്റനാണ് കൂടുതൽ ഇമ്പോർട്ടൻസോട് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് എന്താണ് ബോൺ? ഇതൊരു ലോങ് ബോണിന്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു 3 കാര്യമുണ്ട്. നമുക്ക് ഇതിലൊരു 3 കാര്യമാണ് ഓർത്തേക്കാം. ഒന്ന് ഡയാഫൈസിസ്. ഡയാഫൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണിന്റെ സെന്റർ പോർഷനെയാണ് നമ്മൾ ഡയാഫൈസിസ് എന്ന് പറയുന്നത്. സെന്റർ പോർഷൻ നമ്മൾ എന്താ പറയാ? ഡയാഫൈസിസ് എന്ന് പറയും. ആ ഡയാഫൈസിസിന്റെ ഏരിയയിലാണ് നമുക്ക് എന്തുള്ളത്? മെഡുലറി ക്യാവിറ്റി ഉള്ളത്. സോ സെന്റർ പോർഷൻ ഓഫ് ദ ബോണിന്റെ ഏരിയ നമ്മൾ എന്താ പറയും? ഡയാഫൈസിസ് എന്ന് പറയും. ആ ഒരു ഏരിയനെ നമ്മൾ ഡയാഫൈസിസ് എന്നാ പറയാ. ആ ഡയാഫൈസിസിന്റെ ഏരിയ നമുക്ക് എന്തുണ്ട്? മെഡുലറി ക്യാവിറ്റി ഉണ്ട്. ഈ മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതലും കാണപ്പെടുന്ന എന്താ? ബോൺ മാരോ ആണ് നമുക്ക് കൂടുതലും കാണപ്പെടുന്നത്. അതും യെല്ലോ ബോൺ മാരോ ആണ് നമുക്ക് ഈ മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതലും കാണപ്പെടുന്നത്. സോ ഡയാഫൈസിസിന്റെ ഏരിയയിലാണ് മെഡുലറി ക്യാവിറ്റി ഉള്ളത്. ഈ മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതൽ കാണപ്പെടുന്നത് ബോൺ മാരോ ആണ്. അതും യെല്ലോ ബോൺ മാരോ ആണ് കൂടുതലും കാണപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം ബോണിന്റെ ഔട്ടർ കവറിങ്ങിനെ നമ്മൾ എന്താ പറയാ? പെരിയോസ്റ്റിയം എന്ന് പറയും. ഓർത്ത് വെക്കുക, ഓസ്റ്റിയം എന്ന് പറയുന്നത് ബോണിന്റെ കവറിംഗ് ആണ്. മൈസിയം എന്ന് പറയുമ്പോൾ മസിലിന്റെ കവറിംഗ് ആണ്. ഓർത്തേക്കണം, ഓസ്റ്റിയം എന്ന് പറയുമ്പോൾ ബോണിന്റെ കവറിങ്ങും മൈസിയം എന്ന് പറയുമ്പോൾ മസിലിന്റെ കവറിങ്ങും ആണ്. സോ പെരിയോസ്റ്റിയം, എൻഡോസ്റ്റിയം എന്നൊക്കെ പറയുമ്പോൾ ബോണിന്റെ കവറിംഗ് ആണ് പറയുന്നത്. പെരിമൈസിയം, എപ്പിമൈസിയം, അങ്ങനെ മൈസിയം എന്ന് പറയുമ്പോൾ മസിലിന്റെ കവറിംഗ് ആണ് പറയുന്നത്. നമ്മൾ മസിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കും. ജസ്റ്റ് ആലോചിക്കുക, മൈസിയം എന്ന് പറയുമ്പോൾ മസിലും ആണ്, ഓസ്റ്റിയം എന്ന് പറയുമ്പോൾ ബോണും ആണ്. സോ പെരിയോസ്റ്റിയം എന്ന് പറയുമ്പോൾ എന്താ? പെരി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ, പെരിഫറൽ സൈഡ്. സോ ഔട്ടർ സൈഡിലത്തെ കവറിംഗ് നമ്മൾ എന്ത് പറയും? പെരിയോസ്റ്റിയം എന്ന് പറയും. സോ പെരിയോസ്റ്റിയം ഇസ് ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ ബോൺ. എൻഡോ എന്ന് പറഞ്ഞാല് ഇന്നർ അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള കവറിംഗ് നമ്മൾ എന്ത് പറയും? എൻഡോസ്റ്റിയം എന്ന് പറയും. ഇന്നർ കവറിംഗ് ഓഫ് ദ ബോൺ നമ്മൾ എന്ത് പറയും? എൻഡോസ്റ്റിയം എന്ന് പറയും. പിന്നെ വരുന്ന 2 പാർട്ടാണ് എപ്പിഫൈസിസ്. എപ്പിഫൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ബോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിക്ചറൊക്കെ, ബോണിന്റെ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയല്ലേ വരയ്ക്കുക? 2 അറ്റത്തും. ഈ 2 അറ്റത്ത് വരുന്ന ഈ ഭാഗങ്ങളെ നമ്മൾ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. എപ്പിഫൈസിസ്. ആ എപ്പിഫൈസിസിൽ ആലോചിച്ച് വെക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. നമുക്ക് എപ്പിഫൈസിസിന്റെ അറ്റത്ത് നമുക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? ആർട്ടിക്കുലാർ കാർട്ടിലേജ് അല്ലെങ്കിൽ എപ്പിഫൈസിയൽ കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. ആർട്ടിക്കുലാർ കാർട്ടിലേജ് അല്ലെങ്കിൽ എപ്പിഫൈസിയൽ കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. ആർട്ടിക്കുലാർ കാർട്ടിലേജ് അല്ലെങ്കിൽ അതിന് പറയുന്നതാണ് എപ്പിഫൈസിയൽ കാർട്ടിലേജ്. സോ എന്താ ഈ എപ്പിഫൈസിയൽ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ 2 ബോൺസ് ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കയ്യിലത്തെ ആണെങ്കിലും കാലത്തെ ആണെങ്കിലൊക്കെ 2 ബോൺസ് ചേരുമ്പോഴാണ് മൂവ്മെന്റ്. അവിടെ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അങ്ങനെ പലതരത്തിലുള്ള ജോയിന്റ് ഉണ്ടാവുന്നതും മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ 2 ബോൺസും കൂടി എന്ത് ചെയ്യുമ്പോഴാണ്? ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു റബ്ബ് ചെയ്യാതെ പരസ്പരം മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മൂവ്മെന്റ് ഉണ്ടാവുന്നത്. നമ്മൾ 2 ബോൺ കൂടിച്ചേരുന്നവിടെ നല്ല കട്ടിയിലുള്ള ഒരു സാധനമാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ്മെന്റിന് പറ്റുമോ? അവിടെ ഒരു റബ്ബിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. സോ ആ ഫ്രിക്ഷൻ ഒഴിവാക്കി അല്ലെങ്കിൽ ആ റബ്ബിങ് ഒഴിവാക്കിയിട്ട് ഈസിലി മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സർഫേസിനെയാണ് നമ്മൾ ആർട്ടിക്കുലാർ കാർട്ടിലേജ് അല്ലെങ്കിൽ എന്താന്ന് പറയാ? എപ്പിഫൈസിയൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കുലാർ, ഒരു ബോണിന്റെ പിക്ചർ മനസ്സിൽ കൊണ്ടുവരിക. ഡയാഫൈസിസ് എന്ന് പറഞ്ഞത് സെന്റർ പോർഷനാണ്. ആ സെന്റർ പോർഷനിൽ നമുക്ക് മെഡുലറി ക്യാവിറ്റി ഉണ്ട്. ആ മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതൽ കാണപ്പെടുന്നത് യെല്ലോ ബോൺ മാരോ. അത്രയും മനസ്സിൽ കൊണ്ടുവരാം. നെക്സ്റ്റ് പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ, പെരി എന്ന് പറഞ്ഞാൽ ഔട്ടർ, പെരിഫറൽ, ഔട്ടർ സൈഡ്. സോ ഓസ്റ്റിയം എന്ന് പറയുമ്പോൾ ബോണും. സോ പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിംഗ് ഓഫ് ദ ബോണിനെ പെരിയോസ്റ്റിയം എന്ന് പറയുന്നു. ഇന്നർ കവറിംഗ് ഓഫ് ദ ബോണിനെ എൻഡോസ്റ്റിയം എന്നും പറയുന്നു. പിന്നെ വരുന്നതാണ് എപ്പിഫൈസിസ്. എപ്പിഫൈസിസ് എന്ന് പറഞ്ഞാല് ബോണിന്റെ 2 എൻഡുകളിൽ വരുന്ന പറയുന്ന പേരാണ് എപ്പിഫൈസിസ്. ആ എപ്പിഫൈസിസിലാണ് നമുക്ക് എപ്പിഫൈസിയൽ കാർട്ടിലേജ് അല്ലെങ്കിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് കാണപ്പെടുന്നത്. ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഫ്രിക്ഷൻ ഒഴിവാക്കി അല്ലെങ്കിൽ റബ്ബിംഗ് ഒഴിവാക്കി ഈസിലി മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന
സർഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കുലാർ കാർട്ടിലേജ് അല്ലെങ്കിൽ എപ്പിഫേഷ്യൽ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ ഡയാഫൈസിസും എപ്പിഫൈസിസും കൂടി മീറ്റ് ചെയ്യുന്ന പോർഷൻ നമ്മൾ എന്താ പറയാ? മെറ്റാഫൈസിസ്. എപ്പിഫൈസിസും ഡയാഫൈസിസും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയും? മെറ്റാഫൈസിസ് എന്ന് പറയും. METAPHYSIS, മെറ്റാഫൈസിസ് എന്ന് പറയും. സോ ഒരു ലോങ് ബോൺ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും സ്ട്രക്ചേഴ്സ് ആലോചിച്ച് വെക്കുക. അതിൽ വേറെ ഒന്നും നോക്കണ്ട, ഇത്രയും സ്ട്രക്ചേഴ്സ് ആലോചിച്ച് വെക്കുക. ഡയാഫൈസിസ് ഉണ്ട്, എപ്പിഫൈസിസ് ഉണ്ട്, മെറ്റാഫൈസിസ്. ഡയാഫൈസിസും എപ്പിഫൈസിസും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ മെറ്റാഫൈസിസ് എന്ന് പറയും. രണ്ടറ്റത്തും വരുന്നത് ആർട്ടിക്കുലർ കാർട്ടിലേജ് അല്ലെങ്കിൽ ആർട്ടിക്കുലർ സർഫേസ് ആണ്. സെന്ററിൽ വരുമ്പോൾ മെഡുലറി ക്യാവിറ്റി ഉണ്ട്. ആ മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതലും കാണപ്പെടുന്ന എന്താണ്? യെല്ലോ ബോൺ മാരോ ആണ്. സോ ഈ പെരിയോഷ്യം, എൻഡോഷ്യം എന്ന് പറയുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ഡയാഫൈസിസ്, മെഡുലറി ക്യാവിറ്റി. സോ മെഡുലറി ക്യാവിറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യെല്ലോ ബോൺ മാരോ ആണ്. യെല്ലോ ബോൺ മാരോ. ഈ യെല്ലോ ബോൺ മാരോന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോറേജ് ആണ്. അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോറേജ് ആണ്. ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആണ് അതിൽ കൂടുതലുള്ളത്. ഫാറ്റി കണ്ടന്റ് ആണ്. യെല്ലോ ബോൺ മാരോയിലും കൂടുതലുള്ള എന്താ? ഫാറ്റി കണ്ടന്റ് ആണ്. സോ ഈ പെരിയോഷ്യം, എൻഡോഷ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പെരിയോഷ്യം എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിങ്ങും എൻഡോഷ്യം എന്ന് പറഞ്ഞാൽ ഇന്നർ കവറിങ്ങും. ക്ലിയർ ആണോ? നെക്സ്റ്റ്, നമ്മുടെ ഒരു ബോണ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോണ് ഒറ്റയ്ക്കല്ല, ആ ഒരു പ്ലേസിൽ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്. അതിൽ കുറെ മസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് അടുത്തൊരു ബോണുമായിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോൺ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ബോണ് മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്താ പറയാ? ടെൻഡൻ. ആലോചിച്ച് വെക്കുക. BMT എന്ന് പഠിക്കുക. BMT എന്ന് പഠിക്കുക. BMT എന്ന് പഠിക്കുക. ബോണ് മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ടെൻഡൻ. ബോണ് മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ടെൻഡൻ. ആ ടെൻഡൻ ഉണ്ടാവുന്ന ഇഞ്ചുറിനെ നമ്മൾ പറയും സ്ട്രെയിൻ. ആ ടെൻഡൻ ഉണ്ടാവുന്ന ഇഞ്ചുറി നമ്മൾ എന്താ പറയാ? സ്ട്രെയിൻ എന്ന് പറയും. ആലോചിച്ച് വെക്കുക. ഈ BMTയിലെ T, ലാസ്റ്റത്തെ T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെയിനത്തെ ടീനെയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ആലോചിച്ച് വെക്കുക. BMT എന്നുള്ള T ടെൻഡൻ, ആ ടെൻഡനത്തെ T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെയിൻ എന്നുള്ള അതിലത്തെ ടീനെയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്ഥിരമായിട്ട് പ്രീവിയസ്ലി കുറെ PSCക്കും DMEക്കും DHSനും എയിംസിനും അങ്ങനെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ് ബോണ് മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ടെൻഡൻ. BMT എന്ന് ആലോചിച്ച് വെക്കുക. ബോണ് മസിൽ ഇസ് ഈക്വൽ ടു ടെൻഡൻ. അതിനുണ്ടാവുന്ന ഇഞ്ചുറി, ടെൻഡൻ ഉണ്ടാവുന്ന ഇഞ്ചുറിനെ പറയുന്ന പേരാണ് സ്ട്രെയിൻ. സ്ട്രെയിനിന്റെ T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടെൻഡനിന്റെ T ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓപ്ഷനിൽ സ്ട്രെയിന്, സ്പ്രെയിൻ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. സോ ടെൻഡൻ ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് നമ്മൾ സ്ട്രെയിനും സ്പ്രെയിനും നോക്കുമ്പോൾ കൺഫ്യൂസ് ആയി പോകും. അതിനെ ഓർത്തേക്കാളുള്ള എളുപ്പ വഴിയാണ് ടെൻഡനിലുള്ള T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെയിനിലുള്ള T ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ലിഗമെന്റ്. ആലോചിച്ച് വെക്കുക. BBL. BMTയും BBLഉം. BMT ആൻഡ് BBL. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ലിഗമെന്റ്. ലിഗമെന്റിന് ഉണ്ടാവുന്ന ഇഞ്ചുറിന്റെ പേരാണ് സ്പ്രെയിൻ. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ലിഗമെന്റ്. ലിഗമെന്റിന് ഉണ്ടാവുന്ന ഇഞ്ചുറിന്റെ പേരാണ് സ്പ്രെയിൻ. സോ BMT, BBL അങ്ങനെ തന്നെ പഠിക്കുക. BMT ആൻഡ് BBL. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകണം. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2ഉം 3ഉം തവണ പറയുന്നതും കുറച്ച് സമയം നിർത്തി പറയുന്നതും. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. സോ ഒരു തവണ പറയുമ്പോൾ കേൾക്കുക, രണ്ടാമത്തെ തവണ പറയുമ്പോൾ നോട്ട്സ് എഴുതുക, മൂന്നാമത്തെ തവണ പറയുമ്പോൾ നമ്മുടെ കൂടെ ചേർന്ന് പറയുന്നതിന്റെ കൂടെ ചേർന്ന് ആലോചിച്ച് പഠിക്കുകയും ചെയ്യുക. സോ BMTയും BBLഉം മറന്നു പോരുത്. ടെൻഡൻ ഉണ്ടാവുന്ന ഇഞ്ചുറി സ്ട്രെയിനത്തെ T ഇൻഡിക്കേറ്റ് ചെയ്യുന്നു മാറിപ്പോരുത്. സ്പ്രെയിനും സ്ട്രെയിനും തമ്മിൽ മാറരുത്.
നെക്സ്റ്റ് നമ്മുടെ ബോൺ ടിഷ്യൂസ്. ബോൺ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ടിഷ്യൂസ് കൊണ്ട്, അതായത് സെൽസ് ഒക്കെ ചേർന്നുള്ള കുറച്ച് ടിഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് ഏതൊക്കെ ടിഷ്യൂ ആണെന്ന് നോക്കാം. ഇതിന് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ 2-3 ഏരിയാസ് ഉള്ളത്. ആ 2-3 ഏരിയാസ് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ബോൺ ഒരു ജസ്റ്റ് ഒരു പിക്ചർ പോലെ ആലോചിച്ച് വെക്കുക. ബോണിന്റെ നമ്മൾ പറഞ്ഞു ഔട്ടർ നമുക്ക് പെരിയോസ്റ്റിയം ഉണ്ട്. അത് കഴിഞ്ഞ് ഔട്ടറിന്ന് ഇന്നറിലോട്ട് കയറി വരികയാണ് നമ്മളെ ബോണിന്റെ ഔട്ടർ പെരിയോസ്റ്റിയം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമ്പാക്ട് ബോൺ ടിഷ്യൂ. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് വരുമ്പോൾ തൊട്ടടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പഞ്ചി ബോൺ ടിഷ്യൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് എൻഡോസ്റ്റിയം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്നതാണ് നമ്മുടെ മെഡുലറി ക്യാവിറ്റി. സോ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നോട്ടിലൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ വരച്ച് വെക്കുക. നമ്മുടെ ഔട്ടർ വരുന്നത് പെരിയോസ്റ്റിയം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ഔട്ടറിന്ന് ഇന്നറിലേക്കാണ് വരുന്നത്. സോ ഔട്ടർ വരുന്നത് പെരിയോസ്റ്റിയം. അത് കഴിഞ്ഞാൽ കോമ്പാക്ട് ബോൺ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് സ്പഞ്ചി ബോൺ ടിഷ്യൂ കാണാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ കവറിംഗ് ആയിട്ടുള്ള എൻഡോസ്റ്റിയം. ഫൈനലി ഇന്നറിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണപ്പെടും? മെഡുലറി ക്യാവിറ്റി കാണപ്പെടും. മെഡുലറി ക്യാവിറ്റിയിൽ കൂടുതലും കാണപ്പെടുന്നത് യെല്ലോ ബോൺ മാരോയിൽ കൂടുതലും കണ്ടന്റ് ആയിട്ടുള്ളത് ഫാറ്റി കണ്ടന്റ് ആണ് കൂടുതലുള്ളത്. ഇതാണ് നമ്മുടെ ബോണിന്റെ സ്ട്രക്ചർ. ഒരു ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സീരീസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതൊന്ന് നോട്ടില് വരച്ചൊന്ന് എഴുതി വെക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ബേസിക് അറിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റും. സോ ഒന്ന് ആലോചിക്കുക. പെരിയോസ്റ്റിയം, അത് കഴിഞ്ഞാൽ കോമ്പാക്ട് ബോൺ ടിഷ്യൂ, നെക്സ്റ്റ് സ്പഞ്ചി ബോൺ ടിഷ്യൂ, അത് കഴിഞ്ഞാൽ വരുന്നത് എൻഡോസ്റ്റിയം, അത് കഴിഞ്ഞാൽ വരുന്നത് മെഡുലറി ക്യാവിറ്റി. സോ നമുക്ക് ആദ്യം കോമ്പാക്ട് ബോൺ എന്താന്ന് നോക്കാം. കോമ്പാക്ട് ബോൺ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ഔട്ടറിൽ വരുന്ന നമ്മുടെ പെരിയോസ്റ്റിയം കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ബോൺ ടിഷ്യൂ ആണ് കോമ്പാക്ട് ബോൺ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഔട്ടർ ടിഷ്യൂ ആണ്, ഔട്ടർ പാർട്ടാണ് ആൻഡ് ഹാർഡർ പോർഷൻ ആണ്. അതുപോലെ തന്നെ എന്താണിത്? ഹാർഡർ പോർഷൻ ആണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ ഇങ്ങനെ നമ്മുടെ പെരിയോസ്റ്റിയം ഉണ്ട്, അത് കഴിഞ്ഞാൽ കോമ്പാക്ട് ബോൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഔട്ടർ പാർട്ടാണ് ആൻഡ് ഹാർഡർ പോർഷൻ ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അതിന് നമ്മൾ എന്താ പറയാ? ഓസ്റ്റിയോൺ എന്ന് പറയും. ഓസ്റ്റിയോൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓസ്റ്റിയോൺ എന്ന് പറഞ്ഞാല് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ്. ബോണിന്റെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷ്യൻ സിസ്റ്റം. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ നമ്മുടെ കിഡ്നീന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ചോദിക്കുമ്പോൾ നെഫ്രോൺ എന്നൊക്കെ പറയൂലേ, അതുപോലെ നമ്മുടെ ബോണിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരമാണ് ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷ്യൻ സിസ്റ്റം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. PSCക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഓസ്റ്റിയോൺ എവിടെയാണ് സ്പെസിഫിക് ആയിട്ട് ഈ ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷൻ സിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? കോമ്പാക്ട് ബോൺ ടിഷ്യൂലാണ് ഈ ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷൻ സിസ്റ്റം കാണപ്പെടുന്നത്. സോ കോമ്പാക്ട് ബോൺ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഔട്ടർ പാർട്ടാണ്, ഹാർഡർ പോർഷൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് കോൾഡ് ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷൻ സിസ്റ്റം. സോ ഒരു ബോണിന്റെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷൻ സിസ്റ്റം. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഓരോ ഓസ്റ്റിയോൺ ഇങ്ങനെ ഓരോ സ്ട്രക്ചർ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓസ്റ്റിയോൺ എന്ന് പറഞ്ഞാല് ഈ ഓരോ ഓസ്റ്റിയോണിലും സെന്റർ പോർഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോ സെന്റർ പോർഷൻ ഉണ്ടാവും. ഈ ഓരോ സെന്റർ പോർഷനിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. ഓരോ ഓസ്റ്റിയോണിന്റെയും സെന്ററിന്ന് നമുക്ക് താഴോട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട്. ആ കനാലിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാർവേഷൻ കനാൽ. അല്ലാന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോണിന്റെ സെന്ററിന്ന് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറയും സെൻട്രൽ കനാൽ എന്ന് പറയും.
ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓഷ്യോന്റെ സെന്ററിൽ നിന്ന് പാസ് ചെയ്യുന്ന കനാലിനെ പറയുന്ന പേരാണ് ഹാർവേഷ്യൻ കനാൽ അല്ലെങ്കിൽ സെൻട്രൽ കനാൽ എന്ന് പറയും. ഇത് ഈ സെൻട്രൽ കനാലിൽ കൂടുതലുള്ളത് ബ്ലഡ് വെസൽസും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസും അങ്ങനെയൊക്കെയാ ഉള്ളത് കൂടുതലും. അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഈ ഓഷ്യോന്റെ സെന്ററിന്ന് പാസ് ചെയ്യുന്ന കനാലിനെ പറയുന്ന പേരാണ് ഹാർവേഷ്യൻ കനാൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് സെൻട്രൽ കനാൽ. ഓഷ്യോന്റെ സെന്ററിന്ന് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് പറയും സെൻട്രൽ കനാൽ. ബ്ലഡ് സപ്ലൈ എന്നുള്ളതാണ് മെയിൻ. ഇത് ഈ കനാലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് സപ്ലൈ ആണ്. ക്ലിയർ ആയോ? സോ ലോൺജിറ്റ്യൂണൽ ആയിട്ട് വരുന്ന കനാലിന് നമ്മൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന നമ്മൾ കനാലിന് നമ്മൾ എന്ത് പറയും? സെൻട്രൽ കനാൽ അല്ലെങ്കിൽ ഹാർവേഷ്യൻ കനാൽ എന്ന് പറയും. നെക്സ്റ്റ്, ഈ കനാലിനെയൊക്കെ ഇപ്പൊ ഈ കനാലുകൾ പരസ്പരം താഴോട്ട് മാത്രമേ ഉള്ളൂ. ഈ കനാലിനെയൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സെൻട്രൽ കനാൽ അല്ലെങ്കിൽ ഹാർവേഷ്യൻ കനാലിലേക്ക് ക്രോസ് ചെയ്ത് പെർഫറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് പാസ് ചെയ്യുന്ന ആ കനാലിനെ നമ്മൾ പറയുന്നതാണ് വോക്സ്മാൻസ് കനാൽ. സോ വെർട്ടിക്കൽ ആയിട്ട് കാണപ്പെടുന്ന ലോൺജിറ്റ്യൂണൽ ആയിട്ട് കാണപ്പെടുന്ന കനാൽ നമ്മൾ ഹാർവേഷ്യൻ കനാൽ അല്ലെങ്കിൽ സെൻട്രൽ കനാൽ എന്നറിയപ്പെടും. ഹൊറിസോണ്ടൽ ആയിട്ട് പാസ് ചെയ്യുന്ന എവിടം തൊട്ട്? പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ. എങ്ങനെ പാസ് ചെയ്യുന്നു? നമ്മുടെ സെൻട്രൽ കനാലിനെ ക്രോസ് ചെയ്ത്, നമ്മുടെ ഹാർവേഷ്യൻ കനാലിനെ ക്രോസ് ചെയ്ത് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫറേറ്റ് ചെയ്ത് പാസ് ചെയ്യുന്ന കനാലിനെ നമ്മൾ എന്ത് പറയും? വോക്സ്മാൻസ് കനാൽ എന്ന് പറയും. പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ പാസ് ചെയ്യുന്നു. സോ ഇങ്ങനെ പെർഫറേറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പെർഫറേഷൻ കനാൽ എന്ന് പറയപ്പെടുന്നുണ്ട്. ഹൊറിസോണ്ടലി ഉള്ള കനാലിനെ നമ്മൾ വോക്സ്മാൻസ് കനാൽ എന്നും ലോൺജിറ്റ്യൂണൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള കനാലിനെ നമ്മൾ ഹാർവേഷ്യൻ കനാൽ അല്ലെങ്കിൽ സെൻട്രൽ കനാൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ രണ്ട് കനാൽസ് ഇമ്പോർട്ടന്റ് ആണ്, ആലോചിച്ച് വെക്കുക. ബോണിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷ്യൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ഓസ്റ്റിയോണിന്നും താഴോട്ട് വെർട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ലോൺജിറ്റ്യൂണൽ ആയിട്ടുള്ള കനാൽ നമ്മൾ സെൻട്രൽ കനാൽ അല്ലെങ്കിൽ ഹാർവേഷ്യൻ കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. ഇതിനെ പരസ്പരം ക്രോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെർഫറേറ്റ് ചെയ്തുകൊണ്ട് പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ പാസ് ചെയ്യുന്ന കനാൽ, ഹൊറിസോണ്ടലി പാസ് ചെയ്യുന്ന കനാലിനെ നമ്മൾ എന്താ പറയുന്നുണ്ട്? വോക്സ്മാൻസ് കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. നോക്കുക, കനാൽ that perforate the central canal from periosteum to endosteum is called Volkmann's canal. Canal that perforate the central canal എവിടം തൊട്ട്? from periosteum to endosteum is called Volkmann's canal. ഇമ്പോർട്ടന്റ് ആണ്. വെർട്ടിക്കൽ കനാലിനെ നമ്മൾ എന്താ പറയാ? വെർട്ടിക്കൽ കനാലിനെ സെൻട്രൽ കനാൽ എന്നും ഹൊറിസോണ്ടൽ കനാലിനെ നമ്മൾ എന്താ പറയാ? വോക്സ്മാൻസ് കനാൽ എന്നും. ഇതിന് 3-4 ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരം ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓസ്റ്റിയോൺ എന്താണെന്ന്. ബോണിന്റെ ഫംഗ്ഷൻ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേഷ്യൻ സിസ്റ്റം. സെൻട്രൽ കനാൽ എന്താണ്? ഓസ്റ്റിയോണിന്ന് വെർട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ലോൺജിറ്റ്യൂണൽ ആയിട്ട് പാസ് ചെയ്യുന്ന കനാലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇതിനെ പരസ്പരം പെർഫറേറ്റ് ചെയ്തുകൊണ്ട് പെരിയോഷ്യം തൊട്ട് എൻഡോഷ്യം വരെ പാസ് ചെയ്യുന്ന കനാലിനെ നമ്മൾ എന്ത് പറയും? വോക്സ്മാൻസ് കനാൽ അല്ലെങ്കിൽ പെർഫറേറ്റിംഗ് കനാൽ എന്നറിയപ്പെടും. പെർഫറേറ്റിംഗ് കനാൽ എന്നറിയപ്പെടും. ക്ലിയർ ആണോ? നെക്സ്റ്റ് രണ്ടാമത് നമ്മളിപ്പോ ആദ്യം പറഞ്ഞു നമ്മുടെ പെരിയോസ്റ്റിയം പറഞ്ഞു, കോമ്പാക്ട് ബോൺ പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സ്പഞ്ചി ബോൺ. കോമ്പാക്ട് ബോണ്, പിന്നെ വരുന്നത് സ്പഞ്ചി ബോൺ. സോ സ്പഞ്ചി ബോൺ നമ്മൾ ഓൾസോ കോൾഡ് ക്യാൻസിലസ് ബോൺ എന്ന് അറിയപ്പെടും. സ്പഞ്ചി ബോൺ ഓൾസോ കോൾഡ് ക്യാൻസിലസ് ബോൺ. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാൻസിലസ് ബോൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പഞ്ചി ബോണിന്റെ അതർ നെയിം ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ക്യാൻസിലസ് ബോൺ. ഇതില് നമ്മുടെ കോമ്പാക്ട് ബോണിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ഓസ്റ്റിയോൺ ഇല്ല, പക്ഷെ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് ട്രബിക്കുലെ. നമ്മുടെ സ്പഞ്ചി ബോൺ ഉണ്ടാക്കിയിരിക്കുന്ന ആ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് ട്രബിക്കുലെ. സോ സ്പഞ്ചി ബോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രബിക്കുലെ. ട്രബിക്കുലെ കൊണ്ടാണ് സ്പഞ്ചി ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ട്രബിക്കുലെ ഇവിടെ ഇങ്ങനെ നമ്മുടെ സ്പഞ്ചി ബോണില് കുറെ ട്രബിക്കുല ഉണ്ടാവും, ചെറിയ 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 ട്രബിക്കുലേസ് ഉണ്ടാവും. ഈ ട്രബിക്കുലേന്റെ ഒക്കെ ഈ സ്പേസുകളിൽ നമുക്ക് എന്ത് കാണപ്പെടും? ഈ സ്പേസുകളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? റെഡ് ബോൺ മാരോ കാണാൻ പറ്റും. സോ
Red bone marrow are seen in between the trabeculae. So spongy bone, cancellous bone ആണെന്ന് ഓർത്ത് വയ്ക്കുക, മറന്നു പോരുത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഓൾസോ കോൾഡ് കാൻസിലസ് ബോണ്. ഇതിൽ ഓസ്റ്റിയോൺ ഇല്ല, പക്ഷെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് ട്രബിക്കുലൈ. ഈ ട്രബിക്കുലൈന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ട്രബിക്കുലൈ തമ്മിലുള്ള സ്പേസസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നമുക്ക് റെഡ് ബോൺ മാരോ കാണാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ മെഡുലറി ക്യാവിറ്റിയിൽ നമുക്ക് കൂടുതലും കാണപ്പെടുന്ന എന്താണ്? യെല്ലോ ബോൺ മാരോ ആണ് കാണപ്പെടുന്നത്. നമ്മുടെ ട്രബിക്കുലൈന്റെ സ്പഞ്ചി ബോണിൽ കാണപ്പെടുന്ന ട്രബിക്കുലൈന്റെ സ്പേസിൽ നമുക്ക് എന്താ കാണുന്നത്? റെഡ് ബോൺ മാരോ ആണ് കൂടുതൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ്, റെഡ് ബോൺ മാരോ കുട്ടികളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. റെഡ് ബോൺ മാരോ കോമൺ ഇൻ ചിൽഡ്രൻസ്. പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയ ആണ്. റെഡ് ബോൺ മാരോ കൂടുതലും കാണപ്പെടുന്നത് കുട്ടികളിലാണ്. യെല്ലോ ബോൺ മാരോ കൂടുതലും കാണപ്പെടുന്നത് അഡൾട്ടിലാണ്. റെഡ് ബോൺ മാരോ കൂടുതലും കാണപ്പെടുന്ന കുട്ടികളിലാണ്. യെല്ലോ ബോൺ മാരോ കൂടുതലും കാണപ്പെടുന്ന അഡൾട്ടിലാണ്. സോ നമ്മൾ ഇത്രയും എന്തൊക്കെയാ നോക്കിക്കൊണ്ടിരുന്നത്? നമ്മൾ നോക്കിയത് ബോൺ എന്താന്ന് നോക്കിയിരുന്നു. അതില് മെഡുലറി ക്യാവിറ്റിയും പെരിയോസ്റ്റിയും എൻഡോസ്റ്റിയും ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ പഠിച്ചത് ബോണും മസിലും കൂടി ചേർന്ന BMT എന്നും പഠിച്ചു, BBL എന്നും പഠിച്ചു. അതിലുണ്ടാകുന്ന ഇഞ്ചുറി, ടെൻഡൻ ഉണ്ടാകുന്ന ഇഞ്ചുറി സ്ട്രെയിൻ ഇൻ ദ ടീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ലിഗമെന്റിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി സ്ട്രെയിൻ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ബോൺ ടിഷ്യൂസ് പഠിച്ചു. അതിൽ വെർട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ലോൺജിറ്റ്യൂണൽ ആയിട്ട് പാസ് ചെയ്യുന്ന കനാലിന് നമ്മൾ സെൻട്രൽ കനാൽ അല്ലെങ്കിൽ ഹാർവേഷൻ കനാൽ എന്നറിയപ്പെടുന്നു. ഹൊറിസോണ്ടൽ ആയിട്ട് സെൻട്രൽ കനാലിനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ പെർഫറേറ്റ് ചെയ്ത് പാസ് ചെയ്യുന്ന കനാലിനെ നമ്മൾ എന്തറിയപ്പെടുന്നുണ്ട്? വോക്ക്മാൻസ് കനാൽ അല്ലെങ്കിൽ പെർഫറേറ്റിംഗ് കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു സ്പഞ്ചി ബോണ്. സ്പഞ്ചി ബോൺ ഓൾസോ കോൾഡ് കാൻസിലസ് ബോണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രബിക്കുല എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് കൊണ്ടാണ്. ആ ട്രബിക്കുലന്റെ സ്പേസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? റെഡ് ബോൺ മാരോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ റെഡ് ബോൺ മാരോ കുട്ടികളാണ് കൂടുതലും കാണപ്പെടുന്നത്. യെല്ലോ ബോൺ മാരോ അഡൾട്ടിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ക്ലാസിന്റെ കൂടെ തന്നെ എല്ലാവരും പഠിച്ചു പോവുക. ക്ലാസിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ നോക്കുക. നെക്സ്റ്റ്, ബോൺ സെൽസ്. നമ്മുടെ ബോണിലുള്ള കുറച്ച് സെൽസ് നമുക്കറിയാം. നമ്മുടെ ബോണ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാക്ചർ ആയ ബോണ് പൊട്ടിയിട്ട് പുതിയ ബോൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ചർ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പുതിയ ബോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ നമ്മൾ ഇട്ട് കൊടുത്ത കാസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബോൺ സെൽസ് നമുക്ക് 3 ബോൺ സെൽസ് ഉള്ളത്. ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോസിസ്റ്റ്. അതിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ബോൺ ഫോമിംഗ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കാനും ഒത്തിരി സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ബോൺ ഫോമിംഗ് സെൽസ്, അതായത് ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞു, ആ ഭാഗത്ത് എല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിക്കുള്ള ബോണ് അവിടെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഏരിയയിലത്തെ ബോണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പൊട്ടിപ്പോയ ഏരിയത്തെ വീണ്ടും നമുക്ക് അവിടെ ബോണ് വരണ്ടേ? വന്നാലല്ലേ അവിടെ പഴയ പോലെ ആവത്തുള്ളൂ. സോ അങ്ങനെ ആ പൊട്ടിപ്പോയ ഭാഗത്തിന്റെ പുതിയ ബോൺസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രിമച്വർ ആയിരിക്കും അല്ലെ? നമ്മൾ ഒരു ഫ്രാക്ചർ ഉണ്ടായി നമുക്ക് ഒരു ബോൺ അവിടെ നിന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ബോൺ എന്തായിരിക്കും? സോഫ്റ്റ് ബോൺ ആയിരിക്കും. അല്ലാതെ ആദ്യം തന്നെ നമുക്ക് പഴയ ബോൺ പോലെ ഹാർഡ് ആയിട്ടുള്ള ബോൺ ഉണ്ടാവുമോ? ഇല്ല. ആദ്യം വരുന്നത് സോഫ്റ്റ് ബോൺ ആയിട്ട് വന്ന് അത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാവും നമ്മുടെ പഴയ മെച്യൂർ ഫോമിലേക്ക് എത്തും. സോ ഫസ്റ്റ് ഉണ്ടാവുന്ന ബോൺ ഫോമിംഗ് സെൽസിനെ നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെന്തായിരിക്കും? പ്രിമച്വർ സ്റ്റേറ്റ് ആയിരിക്കും. സോ പ്രിമച്വർ ആയിട്ടുള്ള ബോൺ ഫോമിംഗ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ പഠിക്കുക. പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് പെരിയോസ്റ്റിയത്തിലാണ് കൂടുതലും കാണപ്പെടുന്നത്. എൻഡോസ്റ്റിയത്തില് കുറച്ച് മൈനർ ആയിട്ട് കാണപ്പെടുന്നുള്ളൂ. പക്ഷെ കൂടുതലും കാണപ്പെടുന്നത് പെരിയോസ്റ്റിയത്തിലാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ്.
ഈ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ബോൺ ഫോമിംഗ് സെൽസ് എന്ന് പറയുന്നത് ഏതാ? ഓസ്റ്റിയോബ്ലാസ്റ്റ്. നെക്സ്റ്റ് നമ്മുടെ ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ബോണ് ഫ്രാക്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു പീസ് പൊട്ടി അടുത്ത് തന്നെ കിടക്കുക, ആ ബോണിന്റെ അടുത്ത് തന്നെ പൊട്ടി ചിന്നി ചെതറി കിടക്കുന്നുണ്ട്. സോ അവിടുത്തെ ആ പൊട്ടിയ ബോണ് നമുക്ക് അവിടുന്ന് അബ്സോർബ് ചെയ്ത് കളയണം, എന്നാലല്ലേ പുതിയ ബോൺസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ ബോൺ അവിടെ കിടന്നു, അതിന്റെ കൂടെ തന്നെ ഒരു പുതിയ ബോണും കൂടി വന്നാൽ അത് അബ്നോർമൽ ആയി പോകൂലേ? പഴയ ബോൺ അവിടെ കിടന്നിട്ട് പുതിയ ബോൺ ആ സ്ഥലത്ത് വരും കൂടി ചെയ്ത ഒരു അബ്നോർമാലിറ്റി അല്ലേ ആവുക. സോ നമ്മൾ പൊട്ടിപ്പോയ ബോണിന് നമ്മൾ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്ത് കളയണം. സോ നമ്മൾക്ക് നമ്മുടെ ഒരു ബോഡിയിൽ ഒരു മൈക്രോ ഓർഗാനിസം കയറി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയില്ല, അതിനെ നമ്മൾ ഫാഗോസൈറ്റിക് റിയാക്ഷൻ എന്നൊക്കെ പറയൂലേ? അതുപോലെ നമ്മുടെ ബോണ് പൊട്ടിപ്പോയി കഴിഞ്ഞ് ആ ഭാഗത്ത് കിടക്കുന്ന പൊട്ടിയ ബോണിനെ നമ്മൾ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് അവിടുന്ന് നശിപ്പിച്ച് കളയുന്ന ബോൺസിനെ നമ്മൾ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബോൺ ഡിസ്ട്രക്റ്റിംഗ് സെൽസ് എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെ ഡെസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, ബോണ് പൊട്ടി ഒരു ഫ്രാക്ചർ നടന്ന് നമ്മുടെ കയ്യിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി, ആ ഭാഗത്തെ എല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ അവിടെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ആ പാർട്സിനെയൊക്കെ എൻഗൾഫ് ചെയ്ത് എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്ത് കളയും. സോ അതുകൊണ്ടാണ് ബോൺ ഡിസ്ട്രക്റ്റിംഗ് സെൽസ് എന്ന് അറിയപ്പെടുന്നതാണ് ഓസ്റ്റിയോക്ലാസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോണില് മാക്രോഫേജിക് ആക്ഷൻ അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ആക്ഷൻ ഉള്ള സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. മാക്രോഫാജിക് ആക്ഷൻ അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ആക്ഷൻ ഉള്ള സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ വേർഡ്സ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ബോൺ ഡിസ്ട്രക്റ്റിംഗ് സെൽസ് എന്ന് അറിയപ്പെടുന്ന സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ്. സോ ഓസ്റ്റിയോക്ലാസ്റ്റ് നമ്മൾ എന്ത് പറയും? മാക്രോഫാജിക് ആക്ഷൻ ഉള്ള സെൽസ് എന്നും പറയും, അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ആക്ഷൻ ഉള്ള സെൽസ്. നമ്മുടെ ബോണില് ഫാഗോസൈറ്റിക് ആക്ഷൻ ഉള്ള സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ക്ലിയർ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയാട്ടോ, ഒരു പ്രശ്നമില്ല. ക്ലിയർ ആയില്ല അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ്, ഒന്ന് സ്ലോ ആക്കി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലൈഡ് ഏതെങ്കിലും മനസ്സിലായി എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് പ്രീവിയസ് സ്ലൈഡ് ഇട്ടുതരും, അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, മൈക്ക് ഓൺ ആക്കി പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ഓസ്റ്റിയോസൈറ്റ്. എന്താ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാല്? മെച്യൂർ ബോൺ സെൽസിനാണ് നമ്മൾ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. മെച്യൂർ ആയിട്ടുള്ള ബോൺ സെൽസ് നമ്മൾ എന്താ പറയാ? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയും. മെച്യൂർ, അതായത് നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമെച്യൂർ ആണ്, അതായത് ഉണ്ടായി വരുന്ന, നമുക്കൊരു പുതിയ ഒരു ബോണ് ഉണ്ടായി വരുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് മെച്യൂർ ആവുന്ന കണ്ടീഷൻ നമ്മൾ എന്താ പറയാ? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. മെച്യൂർ ബോൺ സെൽസ് നമ്മൾ എന്താ പറയാ? ഓസ്റ്റിയോസൈറ്റ്. സോ ഓസ്റ്റിയോസൈറ്റ് എവിടെന്നാ ഫോം ചെയ്യുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നല്ലേ ഫോം ചെയ്യുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടല്ലേ ഒരു മെച്യൂർ ആവുന്നത്. സോ ഓസ്റ്റിയോസൈറ്റ് ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നാണ് ഫോം ചെയ്യുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഉണ്ടാവുന്ന സ്റ്റേറ്റിനെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് എന്താണ് ഒരു ഫുൾ ആൻഡ് ഫുള്ളി മെച്യൂർ ആവുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കണ്ടീഷനാണ് ഫ്രാക്ചർ. എന്താ ഫ്രാക്ചറിന് സ്ഥിരമായിട്ട് നമുക്കൊരു മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ ഏരിയാസ് സ്ഥിരമായിട്ട് മസ്കുലോസ്കെലറ്റലിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ ഫ്രാക്ചറിന്റെ ഏരിയയൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. സോ എന്താ ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോണിന് നമ്മൾ എന്താ പറയാ? ഫ്രാക്ചർ എന്ന് പറയാം. പണ്ടത്തെ DHS DME പോലുള്ള എക്സാമിനൊക്കെ ഈ വൺ വേർഡ് അങ്ങനെ ചോദിക്കായിരുന്നു, ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ചർ എന്ന്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഫ്രാക്ചറുകൾ അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോണിനെ നമ്മൾ എന്താ പറയാ? ഫ്രാക്ചർ എന്ന് പറയും. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ നോക്കാം. ആദ്യത്തെ ഫ്രാക്ചർ ആണ് കംപ്ലീറ്റ് ഫ്രാക്ചർ. എന്താ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല്? കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോണ് പൊട്ടിയിട്ട് രണ്ട് പീസായി. നമ്മുടെ ഒരു ലോങ് ബോണ്, നമ്മുടെ ഒരു ഫെമർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടിബിയ പൊട്ടിയിട്ട് എന്തായി? കാലത്തെ ടിബിയ പൊട്ടിയിട്ട് രണ്ട് പീസായി. ഉള്ളിൽ തന്നെ കിടക്കുന്നതിനെ നമ്മൾ എന്താ പറയാ? നമ്മുടെ ബോണ് രണ്ട് പീസ്, ഒരു വലിയൊരു ലോങ് ബോണ് രണ്ട് പീസായി പൊട്ടുന്നതിന് നമ്മൾ എന്താ പറയാ? കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയും.
ബ്രേക്കേജ് ഓഫ് ബോൺ ഇൻ ടു സെപ്പറേറ്റ് പീസസ് ആവുന്നതിന് നമ്മൾ എന്താ പറയാ, കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയും. നെക്സ്റ്റ് കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓപ്പൺ ഫ്രാക്ചറിന്റെ മറ്റൊരു പേരെന്താന്ന് ചോദിക്കാറുണ്ട്. കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. കോമ്പൗണ്ട്, ക്ലോസ്ഡ്, കോമ്പൗണ്ട്, നെക്സ്റ്റ് അവൽഷൻ, സിമ്പിൾ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. സോ അതിൽ ഓപ്പൺ ഫ്രാക്ചറിനെ പറയുന്ന വേറൊരു പേരാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. കോമ്പൗണ്ട് ഫ്രാക്ചർ ആലോചിച്ച് വെക്കുക. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബോൺ എന്ത് ചെയ്യും? ഈ പിക്ചർ നോക്കിയ സ്കിന്ന് ബ്രേക്ക് ചെയ്ത് ബോൺ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. സോ നമ്മുടെ ഒരു കോമ്പൗണ്ട്, നമ്മുടെ ബോഡിന്റെ കോമ്പൗണ്ട് ഏതാ? നമ്മുടെ സ്കിന്നാണ് അല്ലെ? നമ്മുടെ വൈറ്റൽ, നമ്മുടെ ഓർഗൻസിനെയും നമ്മുടെ മസിലിനെയും നമ്മുടെ സ്കെൽറ്റനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ സ്കിന്നാണ്. സോ ആ സ്കിന്നിനെയും ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്ന ഫ്രാക്ചർ, നമ്മളുടെ കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്ത് ബോണ് പുറത്ത് വരിക. അതുകൊണ്ടാണ് ഈ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് ആലോചിച്ച് വെക്കുക. സോ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് ഏതാ? സ്കിന്ന്. ഈ സ്കിന്നിനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യും? നമ്മുടെ ബോണ് പുറത്ത് വരും. സോ അതുകൊണ്ടാണ് ഓപ്പൺ ഫ്രാക്ചറിനെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നത്. നോക്കുക, ബോൺ ബ്രേക്ക് ചെയ്തിട്ട് സ്കിന്നിന്റെ ഔട്ട്സൈഡിലോട്ട് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓപ്പൺ ഫ്രാക്ചർ എന്നുള്ളതിന്റെ പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓപ്പൺ ഫ്രാക്ചർ എന്നുള്ളതിന് നമ്മൾ പറയും കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയും. സോ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വയ്ക്കുക, പുറത്തോട്ട് വരികയാണ്. നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കിന്നാണ്. സ്കിന്നിന്റെ കോമ്പൗണ്ട് കടന്ന് പുറത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ആലോചിച്ച് വയ്ക്കുക. പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ച് വെക്കാതെ, നമ്മൾ ഇവിടെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മുടെ പുറത്ത് വന്നു. നമ്മുടെ ഉള്ളിലുള്ള ബോണ് ഇവിടെ സ്കിന്നിന്റെ വഴി സ്കിന്നും കടന്ന് പുറത്ത് വന്നു. സോ നമ്മൾ എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് ഇവിടെ ബോണ് കോണ്ടാക്ട് ആയി അല്ലേ? ഉള്ളിലുള്ള ഒരു സാധനം നമ്മുടെ സ്കിന്ന് കടന്ന് പുറത്ത് വന്ന് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് കോണ്ടാക്ട് ആയി. സോ നമ്മുടെ ബോൺ എന്തായി? കണ്ടാമിനേറ്റഡ് ആവും. കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടും. സോ നമ്മുടെ ബോണിന് ഉണ്ടാവുന്ന അങ്ങനത്തിലുള്ള ഇൻഫെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. സോ ബോണിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഓസ്റ്റിയോമൈലൈറ്റിസ് കൂടുതൽ ഉണ്ടാവുന്ന ഫ്രാക്ചർ ആണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മുടെ പുറത്തോട്ട് വന്നു, സ്കിന്നും കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ കോണ്ടാക്ട് ആയി മൈക്രോ ഓർഗാനിസം ലോഡ് ചെയ്യും. സോ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെ ബോണിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുള്ള ഫ്രാക്ചർ ആണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ആ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഏജന്റ് ആണ് സ്റ്റഫൈലോകോക്കസ് ഓറിസ്. സ്റ്റഫൈലോകോക്കസ് ഓറിസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓസ്റ്റിയോമൈലൈറ്റിസിന് ചാൻസ് കൂടുതലുള്ള ഫ്രാക്ചർ ആണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചറിന്റെ വേറൊരു പേരെന്താന്ന് ചോദിക്കലുണ്ട്? കോമ്പൗണ്ട് ഫ്രാക്ചർ. ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഏജന്റ് ഏതാന്ന് ചോദിക്കലുണ്ട്. അത് സ്റ്റഫൈലോകോക്കസ് ഓറിസ്. സ്റ്റഫൈലോകോക്കസ് ഓറിസ്. ക്ലാസിന്റെ കൂടെ തന്നെ മാക്സിമം പഠിച്ചു പോവുക. നെക്സ്റ്റ് സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. നമ്മുടെ സ്കിന്ന് ബ്രേക്ക് ആവുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളില് എവിടെയോ പൊട്ടലുണ്ട്. അതിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ സ്കിന്ന് ബ്രേക്ക് ആവുന്നില്ല, പക്ഷെ ഉള്ളില് പൊട്ടലുണ്ട്. നമ്മുടെ ഉള്ളില് നമ്മുടെ ബോണ് ഫ്രാക്ചർ ആയിട്ടുണ്ട്, ബട്ട് സ്കിന്നിന് ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ. ക്ലോസ്ഡ് പറഞ്ഞാൽ ഉള്ളിൽ എവിടെയോ പൊട്ടലും ഉണ്ട്. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർ ഒക്കെ ഇട്ട് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ആണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ചിൽഡ്രൻസിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫ്രാക്ചർ ആണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫ്രാക്ചർ ആണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കുട്ടികളിൽ കോമൺ ആയിട്ടുള്ള ഫ്രാക്ചർ ഏതാ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു ബോൺ എന്തായിരിക്കും? ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഒരു ബോണിന്റെ ഒരു ഭാഗം, അതായത് ഇതൊരു ബോണാണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഒരു സൈഡ്
ബ്രേക്ക് ആയിട്ടുണ്ടാവും, മറ്റേ സൈഡ് എന്തായിരിക്കും, ബെൻഡ് ചെയ്യും. സോ ഈ ഒരു പിക്ചർ നോക്കിയേ, ഒരു സൈഡ് ബ്രേക്ക് ആയിട്ടുണ്ട്, മറ്റേ സൈഡ് എന്താ, ബെൻഡിങ്ങും ഉണ്ട്. അങ്ങനെയുള്ള ഫ്രാക്ചറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. വൺ സൈഡ്, ഒരു ബോണിന്റെ വൺ സൈഡ് ഫ്രാക്ചറും വൺ സൈഡ് ബെൻഡിങ്ങും ഉള്ള ഫ്രാക്ചർ നമ്മൾ എന്താ പറയാ, ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് പറയും. കുട്ടികളിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന, ഇതിലാ കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, നമ്മുടെ ഫ്രാക്ചറിന്റെ ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയയാണ് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ. വൺ സൈഡ് ഫ്രാക്ചർ, വൺ സൈഡ് ബെൻഡിങ്. ഇതിൽ കൺഫ്യൂഷൻ വരാനുള്ള രണ്ട് ഫ്രാക്ചറാണുള്ളത്, ഒന്ന് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചറും ഒന്ന് പ്ലാസ്റ്റിക് ഡീഫോർമേഷനും. ഇങ്ങോട്ട് നോക്കുക, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡീഫോർമൻസ് എന്നും പറയും, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നും പറയും. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, DEFOR, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നും പറയും. രണ്ട് പറഞ്ഞാൽ ഒന്നാണ്, കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നാ ചോദിക്കല്. സോ എന്താ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാല്, ഇത് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, രണ്ട് ബോൺസും രണ്ട് സൈഡും ബെൻഡിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലൈക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പ് പോലെ, നമ്മൾ ഒരു PVC പൈപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എത്ര നമുക്ക് ബെൻഡ് ചെയ്യാം, പൊട്ടാതെ തന്നെ, രണ്ട് സൈഡും പൊട്ടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്യാം. അതേ അർത്ഥമാണ് നമ്മളൊരു പ്ലാസ്റ്റിക് ബെൻഡ് ചെയ്യുന്ന പോലെ നമ്മുടെ ബോൺ ബെൻഡ് ആയി പോകും. സോ രണ്ട് സൈഡും പൊട്ടാതെ, ഒരു ബ്രേക്കേജും ഇല്ലാതെ ബെൻഡിങ് മാത്രം ഉണ്ടാവുന്ന ഫ്രാക്ചർ നമ്മൾ എന്താ പറയാ, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. ആ പേര് തന്നെ ആലോചിക്കുക, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ബെൻഡ് ചെയ്യാം, എത്ര വേണമെങ്കിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഒരു PVC പൈപ്പ് ആലോചിക്കുക, നമുക്ക് എത്ര വേണമെങ്കിലും ബെൻഡ് ചെയ്യാൻ പറ്റും പൊട്ടാതെ. സോ അങ്ങനെ പൊട്ടാതെ ബെൻഡിങ് മാത്രമുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയും. അതേസമയം നമ്മുടെ ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചറിൽ എന്താ, ഒരു സൈഡ് ബ്രേക്കിംഗ് ഉണ്ട്, മറ്റേ സൈഡ് ബെൻഡിങ്ങും ഉള്ളത്. ഒരു സൈഡ് ബോണ് ഫ്രാക്ചർ ആവും, വൺ സൈഡ് ബെൻഡിങ്ങും ഉള്ളത്. സോ ഫ്രാക്ചർ പ്ലസ് ബെൻഡിങ് വരുന്നത് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചറും, ബെൻഡിങ് മാത്രം വരുന്നത്, ഒരു പ്ലാസ്റ്റിക് ലൈക്ക് ബെൻഡിങ് മാത്രം വരുന്നത് പ്ലാസ്റ്റിക് ഡീഫോർമേഷനും. സോ ബോ ഷേപ്പ്ഡ് ഡീഫോമിറ്റി, ബോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റാ ഷേപ്പ്ഡ്, തലയിലൊക്കെ നമ്മളൊക്കെ ഒരു ബോ ഒക്കെ വെക്കല്ലേ, അതുപോലെ ഒരു റാ ഷേപ്പ് ആവുക. സോ ബോ ഷേപ്പ്ഡ് ഡീഫോമിറ്റി ഓഫ് ബോൺ ഫ്രം ട്രോമ, ബോൺ ബെൻഡ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് വേർഡ്, ദാറ്റ് ഈസ് ബോൺ ബെൻഡ് ചെയ്യുന്നു വിത്തൗട്ട് ബ്രേക്കിംഗ്. ബ്രേക്കിംഗ് ആവുന്നില്ല, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ വളഞ്ഞു പോകുന്ന ഒരു ബോ ഷേപ്പ് ആവുന്നു. ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചറിൽ വൺ സൈഡ് ബ്രേക്കും ഉണ്ടാവും, വൺ സൈഡ് ബെൻഡിങ് ഉണ്ടാവും. മാറിപ്പോരുത്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ഡീഫോർമൻസ് എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രാക്ചർ ആണ് സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ. സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ. ഈ സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ കൂടുതലും വരുന്ന ഈ അത്ലറ്റ്സിനാണ്, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ കൂടുതൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ലോങ് ജമ്പ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, അവർ ഈ ഒരു നമ്മൾ ലോങ് ജമ്പ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം, നമ്മുടെ കാലിന്റെ ഹീൽ പാഡ് മാത്രമായിരിക്കും ഫസ്റ്റ് ടച്ച് ആവുക. അവിടേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരിക, അല്ലെങ്കിൽ അവിടേക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരിക. അല്ലെങ്കിൽ ഈ ഓടുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫലാൻജിയൽ ജോയിന്റ്സിലായിരിക്കും, ഇവിടെ കാണുന്ന ഈ ഫലാൻജിയൽ ജോയിന്റ്സിലായിരിക്കും ഓടുന്ന വ്യക്തികൾക്ക് കൂടുതൽ എന്ത് വരിക, സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ വരിക. സോ അങ്ങനെയുള്ള സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ അത്ലറ്റ്സിന് വരുന്ന കോമൺ ആയിട്ടുള്ള ഫ്രാക്ചറിനെയാണ് നമ്മൾ സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ആലോചിച്ച് വയ്ക്കുക, നമ്മൾ അത്ലറ്റ്സിന് എന്തായിരിക്കും, ഒരു സ്ട്രെസ് ഉണ്ടാവും, അവർക്ക് ഓടാൻ പോവുക അല്ലെങ്കിൽ ലോങ് ജമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ട്രെസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള സ്ട്രെസ് ഫ്രാക്ചർ കൂടുതലായിട്ടും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആർക്കാണ്, നമ്മുടെ അത്ലറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആണ്. ഓൾസോ കോൾഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ രണ്ട് വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ, അതായത് ഡ്യൂ ടു പ്രൊലോങ്ഡ് മസ്കുലർ ആക്ഷൻ, ഒരു മസിലിന്റെ പ്രൊലോങ്ഡ്, അത് ഒരുപാട് റെസ്റ്റ് ഇല്ലാതെ ആ ഒരു മസിലിന്റെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബോണിൽ ഉണ്ടാവുന്ന ഫ്രാക്ചറിനെ നമ്മൾ സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. സോ എ ടൈനി ക്രാക്ക് ഇൻ ദ ബോൺ കോസ്ഡ് ബൈ റിപ്പീറ്റേറ്റീവ് സ്ട്രെസ്, ഫോഴ്സ് അല്ലെങ്കിൽ ഓവർ യൂസ്. ഇവിടെ നോക്കിയേ, നമ്മുടെ ഹീൽ പാഡിൽ ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടാവും, ഒരു ഹെയർലൈൻ പോലെ, ഒരു മുടിന്റെ നാര് പോലുള്ള ഒരു ക്രാക്ക് ഉണ്ടാവും. അതിന് നമ്മൾ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്.
സോ എ ടൈനി ക്രാക്ക് ഇൻ ദ ബോൺ കോസ്ഡ് ബൈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് കൊണ്ടോ ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മസിലിന്റെ ഓവർ യൂസ് കൊണ്ടോ അവിടുത്തെ ബോണിന് ഉണ്ടാവുന്ന ഒരു ടൈനി ക്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നത്. കോമൺ ആയിട്ട് ആർക്കാണ് കാണപ്പെടുന്നത്? കോമൺ ആയിട്ട് കാണപ്പെടുന്നത് അത്ലറ്റ്സ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആണ് കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? മറക്കരുത്, സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക അത്ലറ്റ്സിന് അവർക്ക് ഓടാൻ പോവുക അല്ലെങ്കിൽ ലോങ് ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് ഉണ്ടാവും എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടാവും ഓടുന്ന സമയത്തൊക്കെ എന്ന് ആലോചിക്കുക. സോ സ്ട്രെസ് ഫ്രാക്ചർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ അത്ലറ്റ്സ് പേഴ്സൺ ആണ്. എന്തുകൊണ്ട് അവർക്ക് വരുന്നത്? കാരണം അവര് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു മസിലിന് അല്ലെങ്കിൽ ആ ഒരു മസിലിന്റെ മൂവ്മെന്റ് ആ ഒരു മസിലിന് സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ബോണിൽ ഉണ്ടാവുന്ന ഒരു ടൈനി ആയിട്ടുള്ള ഒരു മുടിനാരഴ പോലുള്ള ചെറിയൊരു ടൈനി ക്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടൈനി ആയിട്ടുള്ള ഒരു മുടിനാഴ് പോലുള്ള ഒരു ക്രാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് ഓൾസോ കോൾഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ഈ രണ്ട് വേർഡും ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് വരുന്നത്? റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഓവർ യൂസ് കൊടുക്കുന്നത് കൊണ്ടാണ്, ഡ്യൂ ടു പ്രൊലോങ്ഡ് മസ്കുലർ ആക്ഷൻ. നെക്സ്റ്റ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. വെരി 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 ഇമ്പോർട്ടന്റ്, ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ആസ് ടെലസ്കോപ്ഡ് ഫ്രാക്ചർ. ടെലസ്കോപ്ഡ് ഫ്രാക്ചർ എന്നറിയപ്പെടുന്ന ഫ്രാക്ചർ ആണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്നറിയപ്പെടുന്നത്. സോ ഈ ഒരു വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. എ ഫ്രാക്ചേർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻ ടു അനദർ ബോൺ. അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്, എ ഫ്രാക്ചേർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻ ടു അനദർ ബോൺ. അതായത് ഇവിടെ നോക്കുക, നമ്മുടെ ഒരു ബോണ് പൊട്ടി, ഇങ്ങനെയുള്ള ഒരു ബോണ് പൊട്ടി, എന്നിട്ട് ഈ ബോൺ എന്തായി, ആ ഒരു ബോണിന്റെ താഴത്തെ പീസിലോട്ട് തന്നെ കയറിപ്പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോണ് പൊട്ടിയ ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ബോണിലോട്ട് കയറിപ്പോകും. നമ്മുടെ റേഡിയസും അൾനയിൽ റേഡിയസ് പൊട്ടിയിട്ട് അൾനയിലോട്ട് കയറി വരിക, അല്ലെങ്കിൽ ഇത് റേഡിയസ് ആണെന്ന് വിചാരിക്കുക, ഈ റേഡിയസ് പൊട്ടിയിട്ട് അതിന്റെ റേഡിയസിന്റെ താഴത്തെ ഭാഗത്തോട്ട് തന്നെ കയറി പോവുക. അതായത് ഒരു ഫ്രാക്ചേർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻ ടു അനദർ ബോൺ, ഒന്നില്ലെങ്കിൽ വേറൊരു ബോണിലേക്കായിരിക്കും കയറി പോവുക. പിക്ചറിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് സെയിം ബോണിലോട്ട് കയറി പോകുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ഫ്രാക്ചേർഡ് ബോൺ തൊട്ടടുത്തുള്ള ബോണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. സോ ഈ ഫ്രാക്ചേർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻ ടു അനദർ ബോൺ, ലൈക്ക് ടെലസ്കോപ്പ് പോലെ. ഒരു ടെലസ്കോപ്പിന് നമുക്ക് അറ്റം, നമ്മുടെ ഒരു എൻഡ് നമുക്ക് വലിച്ചു നീട്ടാനും അതുപോലെ തന്നെ തിരിച്ച് റീപോസിഷൻ ചെയ്യാനും പറ്റുമല്ലോ. അതുപോലെയാണ് ഈ ബോൺ. നോക്കിയ ഈ ബോൺ അതുപോലെ ഉണ്ടാവുക. ഇവിടെ ഒരു ടെലസ്കോപ്പ് പോലെ ആയിരിക്കും. ഇവിടെ നിന്ന് പിടിച്ച് മുകളിലോട്ട് വലിച്ചു നീട്ടേണ്ടി വരും അല്ലെ, പ്രീവിയസ് പൊസിഷനിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ലൈക്ക് എ ടെലസ്കോപ്പ് പോലുള്ള ഒരു ഫ്രാക്ചർ ആണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. എ ഫ്രാക്ചേർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻ ടു അനദർ ബോൺ. ആ സെന്റൻസ് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് അവൾഷൻ ഫ്രാക്ചർ. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഫ്രാക്ചർ ആണ് അവൾഷൻ ഫ്രാക്ചർ. അവൾഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അവൾഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ഒരു ബോൺ, ഇവിടുത്തെ ഒരു ബോണ് പൊട്ടി, ആ ഒരു ബോണിന്റെ പാർട്ട് പ്ലസ് നമ്മുടെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെന്റോ ടെൻഡനോ എല്ലാം കൂടി എന്ത് ചെയ്യുന്ന, നമ്മുടെ ബോണിൽ നിന്നും മെയിൻ ബോണിൽ നിന്നും ഡിറ്റാച്ച് ആയി പോവുക, അല്ലെങ്കിൽ പുൾഡ്. നമ്മുടെ ഈ അവൾഷന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടിയർ ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോവാന്ന അർത്ഥം. സോ പുൾഡ് അവേ ഫ്രം ദ ഒറിജിനൽ സൈറ്റ്. So bone with their ligament, a piece of bone with their ligament, tendon that passes away from the bone. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അവൾഷൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അവൾഷന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ ടിയർ ചെയ്ത് പോവുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോവാന്നാണ്. നമ്മുടെ ഒരു ബോൺ പൊട്ടി നമ്മുടെ ഒറിജിനൽ ബോണിന്റെ പാർട്ടിൽ നിന്നും ആ ഒരു ബോണിന്റെ പീസും പ്ലസ് ബോണും മസിലൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടെൻഡനും ലിഗമെന്റും ആ മൂന്നും കൂടിയിട്ട് നമ്മുടെ ഒറിജിനൽ സൈറ്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോവുക അല്ലെങ്കിൽ പുൾഡ് ഓഫ് ചെയ്ത് പോവുക, സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്താ പറയുക? അവൾഷൻ ഫ്രാക്ചർ എന്ന് അറിയപ്പെടും. കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക. ബോൺ വിത്ത് ദെയർ ലിഗമെന്റ് ടെൻഡൻ, എ പീസ് ഓഫ് ബോൺ വിത്ത് ദെയർ ലിഗമെന്റ് ടെൻഡൻ ദാറ്റ് പാസസ് അവേ ഫ്രം ദ ഒറിജിനൽ സൈറ്റ് ഓഫ് ദ ബോൺ ഈസ് കോൾഡ് അവൾഷൻ ഫ്രാക്ചർ. അവൾഷൻ.
സോ നമ്മൾ ഇത്രയും പറഞ്ഞ ഫ്രാക്ചറുകളാണ്. അതിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ പറഞ്ഞു. ബോണ് 2 സെപ്പറേറ്റ് പീസ് ആവുന്നതിന് നമ്മൾ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്താന്ന് പറഞ്ഞു. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ കോമ്പൗണ്ട് ആയിട്ടുള്ള സ്കിന്ന്, നമ്മുടെ കോമ്പൗണ്ട് ഏതാ? സ്കിന്ന് കഴിഞ്ഞ് ബോണ്, ഉള്ളിലുള്ള ഒരു ബോണ് പുറത്ത് വരിക. സോ എന്തായിരിക്കും? അതിന് നമ്മൾ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയും. ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുക? പുറത്ത് വരിക. സോ അങ്ങനെ പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും? എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് കോൺടാക്ട് ഉണ്ടാവും. അങ്ങനെ കോൺടാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ ബോണിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്ന ഏജന്റ് സ്റ്റഫൈലോകോക്കസ് ഓറിസ് ആണ്. നെക്സ്റ്റ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ പറഞ്ഞു. കുട്ടികളിൽ കൂടുതലായിട്ട് പീഡിയാട്രിക്സ് കണ്ടീഷൻ അല്ലെങ്കിൽ ചിൽഡ്രൻസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫ്രാക്ചർ ആണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. എന്താ അതിന്റെ പ്രത്യേകത? ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടാവും, ഒരു സൈഡ് ബെൻഡിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതേ സെയിം കണ്ടീഷൻ വരുന്നതാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാല് പൊട്ടൽ ഒന്നും തന്നെ ഇല്ല, 2 സൈഡും ബെൻഡിങ് മാത്രം ഉണ്ടാവും. ഒരു ബോ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബെൻഡിങ് ഉണ്ടാവും, ഒരു ബോ ഷേപ്ഡ് ഡിഫോമിറ്റി ദാറ്റ് റിസൾട്ട് ഫ്രം ഒരു ട്രോമ, അതായത് ഒരു ആക്സിഡന്റോ എന്തെങ്കിലും കൊണ്ടുണ്ടാവുന്ന ഒരു ഡിഫോമിറ്റി ആയിരിക്കും. ഇതിൽ എന്താ പ്രത്യേകത? ബോൺ ബെൻഡ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ബോൺ ബെൻഡ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ്. നെക്സ്റ്റ് പറഞ്ഞു സ്ട്രെസ് ഫ്രാക്ചർ. എന്തുകൊണ്ടാണ് സ്ട്രെസ്? ആർക്കാ സ്ട്രെസ് ഉണ്ടാവുന്നത്? അത്ലറ്റ് പേഴ്സൺ ആണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടുള്ള സ്ട്രെസ് ആണ് അവർക്ക്? ഈ റണ്ണിങ് ജമ്പിങ് ഒക്കെ സമയത്ത് ഉള്ള സ്ട്രെസ് ആണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ലോങ് ജമ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള മസ്കുലർ ആക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു ഭാഗത്തിന് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ് കൊടുക്കുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന ആ ബോണിൽ ഉണ്ടാവുന്ന ഒരു ടൈനി ക്രാക്ക് അല്ലെങ്കിൽ ഒരു മുടിനാരിഴ പോലുള്ള ക്രാക്കിനെ നമ്മൾ എന്താ പറയുന്നത്? സ്ട്രെസ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾസോ നോൺ ആസ് ടെലസ്കോപ്ഡ് ഫ്രാക്ചർ എന്ന് അറിയപ്പെടുന്നു. ദാറ്റ് ഫ്രാക്ചർഡ് ബോൺ ദാറ്റ് ഡ്രിവൺ ഇൻടു അനദർ ബോൺ. ഇറ്റ് ഈസ് കോൾഡ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഇറ്റ് ഈസ് കോൾഡ് എന്താ? ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അവൽഷൻ ഫ്രാക്ചർ. എന്താ അവൽഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാല്? ബോൺ വിത്ത് a piece of bone with their ligament or tendon that passes away from the bone is called avulsion fracture. So clear ആണോ എല്ലാവർക്കും? ഇത്രയും എടുത്ത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കി പറയൂ, ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കി പറയാവോ? ക്ലിയർ ആണോ? ഇത്രയും എടുത്തേക്ക് ക്ലിയർ ആയോ? ഓക്കെ. സോ ഇത്രയും എടുത്ത് നമ്മള് നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ വേറെ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനില്ല. മീൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇതിന്റെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഈ ഓരോ വേർഡ്സും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നോട്ട്സ് നിങ്ങൾക്ക് ആഡ് അപ്പ് ആവും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ തിയറീസ് എടുക്കുന്ന തിയറീസ് അന്നു തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സിന്റെ അടുത്ത് പേഴ്സണലി നിങ്ങൾക്ക് അവർക്ക് നമ്പേഴ്സിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. എന്ത് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇന്ന് എടുത്ത ക്ലാസിന്റെ അഭിപ്രായം വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു, കുറച്ച് സ്പീഡ് കുറയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്ന കണ്ടന്റ് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡ്, അങ്ങനെ എന്ത് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരെ അറിയിക്കാം. ഫീസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാം. നെക്സ്റ്റ് നമ്മൾ സർവീസിലാവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ മാത്രം പഠിക്കുക. സോ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക. ഒരു നമ്മൾ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ എടുത്തു തരുന്ന തിയറീസ് അന്നു തന്നെ പഠിച്ചു പോവാം. വേറെ ഒരു എക്സ്ക്യൂസ് അതിൽ വെക്കരുത്. നമുക്കൊരു 3 മണിക്കൂർ നമ്മൾക്ക് വേണ്ടിയുള്ളതെന്ന് വിചാരിച്ച് പഠിച്ചു പോവുക. സോ മാക്സിമം വർക്ക് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമുക്കുള്ള ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണെന്ന് ഓരോരുത്തരും ആലോചിക്കുക. നമ്മൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ പരസ്പരം കോമ്പറ്റീറ്റേഴ്സ് ആണെന്ന് ഓരോരുത്തരും ആലോചിക്കുക. എത്ര നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് നോളേജ് ആഡ് ചെയ്യുന്നു, ആഡപ്പ് ആവുന്നു നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. സോ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. സോ ക്ലാസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സിനോ നമ്മുടെ വിങ്സ് അക്കാദമിന്റെ ഒഫീഷ്യൽ നമ്പേഴ്സിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയാവുന്നതാണ്. സോ താങ്ക് യു. ക്ലാസ് എൻഡ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.